യെസ്, അപ്പോൾ പത്തനംതിട്ട അവിടെ ഇപ്പോൾ ആന്റണി മൂന്നാം ഊഴം പൂർത്തിയാക്കി നാലാം ഊഴം തേടി ഇറങ്ങലാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ പല അധ്യായങ്ങൾ പഠിച്ച ഐസക് അവിടെ ലോക്സഭാ അധ്യായം തുടങ്ങാനിറങ്ങുന്നു. പോരിന് വീറുകൂട്ടി ആന്റണി പുത്രൻ അനിൽ ആന്റണി. ഓർമ്മയുണ്ട് 2019 ശബരിമല ആഞ്ഞുവീശ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും ശ്രദ്ധിച്ച മണ്ഡലം പത്തനംതിട്ട. അപ്പോഴും താമര വിരിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അന്ന് സുരേന്ദ്രന് കിട്ടിയത് 3ാം സ്ഥാനമാണ്. ഒട്ടുപിടിച്ചു. ശരിയാണ്. എന്താണ് ഇക്കുറി പത്തനംതിട്ട വിധി? അടൂർ, ആറന്മുള, തിരുവല്ല അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് 1016 വോട്ടർമാർ പങ്കെടുത്ത സർവേ. ദാ വരുന്നു ടോപ്പ് 10 ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം എന്താണ്? ദാ വോട്ടർമാർ പറയുന്നു വിലക്കയറ്റമാണ് എന്ന് പറയുന്നവർ 19.4% ആളുകളാണ്. രാഷ്ട്രീയമാണെന്ന് പറയുന്നവർ 13.2% ആളുകളാണ്. സ്ഥാനാർത്ഥിയുടെ മികവെന്ന് പറയുന്നവർ 22.3 ആണ്. ജോബ്ലെസ്നെസ്, തൊഴിലില്ലായ്മയാണെന്ന് പറയുന്നവർ 5.2%. വികസനം എന്ന് പറയുന്നവർ 18%. ഞങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കേൾക്കുന്ന അഴിമതി വിവാദങ്ങൾ അത് ഞങ്ങളുടെ മനസ്സിലേക്ക് ഇരമ്പിയെത്തുമെന്ന് പറയുന്നവർ 3.3 ഉള്ളൂ. പത്തനംതിട്ടയിൽ സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നവർ 16% എന്ന് പറഞ്ഞാൽ ആന്റണി വലിയ ആന്റി ഇൻകുംബൻസി നേരിടുന്നു എന്ന് പറയുമ്പോൾ പോലും അവിടെ സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നവർ 16% മാത്രമാണ്. അത് വോട്ടിനെ സ്വാധീനിക്കുന്നവർ. മറ്റു വിഷയങ്ങൾ 2.6. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ആര് എന്നുള്ളതാണ് പത്തനംതിട്ടയിൽ നമ്മൾ ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, അവർ പറയുന്നു കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയുന്നത് 34.8, സംസ്ഥാന സർക്കാരാണെന്ന് പറയുന്നവർ 36.8, ഇരുവരുമാണെന്ന് പറയുന്നവർ 28.4. എനിക്ക് തോന്നുന്നു ആറ്റിങ്ങൽ കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിനാണ് കൂടുതൽ പ്രശ്നം ഈ വിഷയത്തിൽ എന്ന് കരുതുന്ന വോട്ടർമാരുള്ളത് പത്തനംതിട്ടയിലാണ്. അത് പൊളിറ്റിക്കൽ നിലപാടാണെന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് പറയുന്നവർ 18.6%. വിലയിരുത്തുമെന്ന് പറയുന്നവർ 81.4 എന്ന് പറയുന്ന മാസീവ് കണക്കാണ്. എന്ന് പറഞ്ഞാൽ അത് ഭരണവിരുദ്ധ വികാരമാകാം, ഭരണാനുകൂല വികാരവുമാകാം. എന്തായാലും സർക്കാരിനെ ഞങ്ങൾ നോക്കിയാണ് വോട്ട് ചെയ്യാൻ പോവുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നവർ 81.4. ഓക്കെ, നാലാമത്തെ ചോദ്യം, പൗരത്വ നിയമ ഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമോ എന്ന ചോദ്യത്തിന് സ്വാധീനിക്കുമെന്ന് പറയുന്നവർ 29.5 ആണ്. സ്വാധീനിക്കില്ല എന്ന് പറയുന്നവർ 70.5 ആണ്. അഞ്ചാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ദ ബെസ്റ്റ് ആണ്, വളരെ മികച്ചതാണെന്ന് പറയുന്നവരുടെ എണ്ണം 7.1%. ശരാശരി അല്ലെങ്കിൽ മികച്ചതെന്ന് പറയുന്നവർ 13.2%. ഓക്കെ, ശരാശരിയാണെന്ന് പറയുന്നവർ 28.9%. മോശമാണെന്ന് പറയുന്നവർ 29.5%. വളരെ മോശമാണ്, ദ വർസ്റ്റ് ആണെന്ന് പറയുന്നവർ 21.3%. അതും ഒരു രാഷ്ട്രീയ സ്വാധീനം ആ മറുപടിയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആറാമത്തെ ചോദ്യം, പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ? ഉണ്ട് എന്ന് പറയുന്നവരുടെ എണ്ണം 47.7%. ഇല്ല എന്ന് കരുതുന്നവർ അവിടെ 28.4%. അറിയില്ല എന്ന് പറയുന്നവർ 23.9% ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇ ഡി അടക്കം, CBI അടക്കം, NIA അടക്കം കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ വേട്ടയ്ക്ക് ഇറങ്ങുന്നു എന്ന് പത്തനംതിട്ടക്കാർ വിശ്വസിക്കുന്നു. 47.7% വലിയ കണക്കാണ്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം, അതിനു മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇന്നത്തെ ബിഗ് ക്വസ്റ്റ്യൻ, സംസ്ഥാന തലത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും പോപ്പുലറായ രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യമാണ്. അതിൻ്റെ മറുപടി ചില സൂചനയാണ്. ആ ചോദ്യം നമ്മൾ പത്തനംതിട്ടയിൽ ചോദിക്കുമ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യത്തിന് പത്തനംതിട്ട മറുപടി പറയുന്നു പിണറായി വിജയൻ എന്ന് പറയുന്നവർ 36.5, VD സതീശൻ എന്ന് പറയുന്നവർ 27.7 ആണ്, രമേശ് ചെന്നിത്തല എന്ന് പറയുന്നവർ 18.8 ആണ്, കെ സുരേന്ദ്രൻ എന്ന് പറയുന്നവർ 10.4 ആണ്, വി മുരളീധരൻ എന്ന് പറയുന്നവർ 2.8% ആളുകളാണ്, MV ഗോവിന്ദൻ എന്ന് പറയുന്നവർ 1.8% ആളുകൾ. പത്തനംതിട്ടയിൽ പിണറായി വിജയൻ തന്നെയാണ്. അവിടെയും റേറ്റിംഗ് കൂടുതൽ 38.5% ആളുകൾ പിണറായി വിജയനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നേതാവ്, അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന നിലയ്ക്ക് കാണുന്നത് പിണറായി വിജയനാണെന്ന് പറയുന്നു. ഓക്കെ, എട്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി എന്ന് പറയുന്നവർ 27.5% ഉള്ളൂ. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നവർ 46.3%. സീതാറാം യെച്ചൂരി എന്ന് പറയുന്നവർ 24.9%. മമതാ ബാനർജിക്ക് അവിടെ 0.1% വോട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അഖിലേഷ് യാദവിനും 0.1% വോട്ട്. എന്തായാലും മമതയ്ക്ക് വട്ടപൂജ്യമല്ല, പത്തനംതിട്ടയിൽ 0.1% വോട്ട് അവിടെ നൽകുകയാണ്. MK സ്റ്റാലിന് അവിടെയുമുണ്ട് 1.1% വോട്ട്. അപ്പോൾ ഇതിലെ പ്രധാനം MK സ്റ്റാലിനെ ഒരു പ്രധാനപ്പെട്ട നേതാവായി എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ കേന്ദ്രവുമായുള്ള ഏറ്റുമുട്ടലിൽ കാണിക്കുന്ന സ്ഥിരതയിൽ, അല്ലെങ്കിൽ കോംപ്രമൈസ് ഇല്ലാത്ത നിലപാടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുകളി എന്നുള്ള ആരോപണം കേൾക്കാത്ത നേതാവ് എന്നുള്ള നിലയ്ക്കൊക്കെ ആയിരിക്കണം. MK സ്റ്റാലിനെ ഒരു ദേശീയ നേതാവായി കേരളം കാണുന്നു എന്നുള്ളത് പ്രധാനമാണ് ഈ പറയുന്ന എല്ലാ മണ്ഡലങ്ങളിലും. ഓക്കെ, ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ BJPക്ക് വെല്ലുവിളിയാകുമോ എന്ന ചോദ്യത്തിന് വെല്ലുവിളിയാകുമെന്ന് പറയുന്നവരുടെ എണ്ണം 29.7
8 വെല്ലുവിളിയാകില്ല എന്ന് കരുതുന്നവരാണ് കൂടുതൽ. 31.8% ആളുകൾ. അക്കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്തും സംഭവിക്കാം. ചിലപ്പോൾ ഇന്ത്യ മുന്നണി ഇനി എമർജ് ചെയ്ത് വരാം എന്നൊക്കെ വിശ്വസിക്കുന്നവരാവണം. ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നവരുടെ എണ്ണം 38.4% ആളുകൾ. ഓക്കെ, 10ാമത്തെ ചോദ്യം, രാജ്യമാരി ഭരിക്കും എന്ന ചോദ്യത്തിന് NDA മുന്നണി എന്ന് പറയുന്നവരുടെ എണ്ണം 56.4, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നവരുടെ എണ്ണം 23.4, മറ്റുള്ളവർ എന്ന് വിശ്വസിക്കുന്നവർ 1.3%. അത് ആരിലാണ് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും 1.3% ആളുകൾ അത് NDAയും അല്ല ഇന്ത്യ മുന്നണിയും അല്ല, മറ്റ് ആരോ ഭരിക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ്. അതിപ്പോഴും ഞങ്ങൾക്കറിയില്ല കേട്ടോ, ഇപ്പോൾ പറയാറായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം 18.9%. അതും ഒരു തീരെ കുറഞ്ഞ റേറ്റിംഗ് അല്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ ഇന്ത്യ മുന്നണിയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ പ്രതിപക്ഷം അതിൽ പ്രതീക്ഷ ഇപ്പോഴും വെച്ചു പുലർത്തുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. ഈ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാന ചോദ്യമാണ്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആര് ജയിക്കും എന്ന സൂചന നൽകുന്ന ചോദ്യം. പത്തനംതിട്ടയിലെ വോട്ടർമാർ പറയുന്നു ആന്റോ ആന്റണി. 38.9% ആളുകൾ വിശ്വസിക്കുന്നു ആന്റോ ആന്റണി അവിടെ ജയിക്കും. തോമസ് ഐസക്, LDF തോമസ് ഐസക് ജയിക്കുമെന്ന് വിശ്വസിക്കുന്നവർ 38% ആളുകളാണ്. NDA മുന്നണിയിലെ അനിൽ ആന്റണി ജയിക്കുമെന്ന് വിശ്വസിക്കുന്നവർ 22.5, മറ്റുള്ളവർ എന്ന് പറയുന്ന ദശാംശമാണ്. ഒന്നുകൂടി പ്രിയപ്പെട്ട പരീക്ഷ നോക്കൂ, എത്രത്തോളം ഇഞ്ചോടിഞ്ചാണ് പത്തനംതിട്ടയിലെ ഫൈറ്റ് എന്ന് നോക്കൂ. ആന്റോ ആന്റണി 38.9% പിൻബലത്തിൽ 1ാം സ്ഥാനത്ത്. തോമസ് ഐസക് 38%, കേവലം 0.9% മാത്രം വ്യത്യാസത്തിൽ ഐസക് 2ാം സ്ഥാനത്ത്. അനിൽ ആന്റണി 22.5%, 3ാം സ്ഥാനത്ത്. അവിടെ K സുരേന്ദ്രൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒന്നും എന്തായാലും അനിൽ ആന്റണിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവിടെ എന്തായാലും 22.5 എന്ന് പറഞ്ഞ് തീരെ ചെറിയ ശതമാനമല്ല അവിടെ കൊണ്ടുപിടിച്ച് പ്രചരണം. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വന്നു സ്വാമിയെ ശരണമയ്യപ്പ എന്നൊക്കെയുള്ള പഴയ പോയകാല ശബരിമല കാലത്തെ പ്രസംഗത്തിലെ തുടക്കത്തിലെ ശരണം വിളിയൊക്കെ തുടങ്ങിയ മണ്ഡലം കൂടിയാണ് 22.5%. അപ്പോൾ നമ്മൾ ആദ്യം നോക്കി കാസർഗോഡിനൊപ്പം കാസർഗോഡിനേക്കാൾ ടൈറ്റ് ആകുന്നു പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ 0.9% മാത്രം മുൻതൂക്കം. ആന്റോ ആന്റണി MPക്ക് അതൊരു കടുത്ത UDF അനുകൂല മണ്ഡലം എന്ന് പറയുമ്പോൾ പോലും 3 തവണ MP ആകുന്ന ഒരു സ്ഥാനാർത്ഥി ആന്റോ ആന്റണി എന്ന് പറഞ്ഞാൽ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ കാണാതിരുന്നുകൂടാ. അത് സ്വാഭാവികമാണെന്ന് വേണമെങ്കിലും പറയാം. പ്രഗത്ഭനായ ധനകാര്യമന്ത്രി, കുടുംബശ്രീ പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ പുതിയ കേരളത്തിന് മുതൽക്കൂട്ടായ ഒരുപടി ആശയങ്ങൾ. ഇപ്പോൾ കിഫ്ബി ഒക്കെ എത്ര എതിരഭിപ്രായമുണ്ടെങ്കിലും അതൊരു പുതിയ നവീന ആശയമാണെന്നതിന് തർക്കമില്ല. അങ്ങനെ ആശയങ്ങളുടെ പ്രയോക്താവായിട്ടും തോമസ് ഐസക് പത്തനംതിട്ടയിൽ ഈ ഘട്ടത്തിൽ വിയർക്കുന്നു. 18ാം നാൾ കേരളം ബൂത്തിലേക്ക് എത്തുമ്പോൾ പത്തനംതിട്ട ഇഞ്ചോടിഞ്ച് ഒരു നാരോ മാർജിനിൽ ആന്റോ ആന്റണി MPക്ക് കഷ്ടിച്ചൊരഡ്ജ്, ഒരു മുൻതൂക്കം എന്നേ പത്തനംതിട്ടയിൽ പറയാനുള്ളൂ. പത്തനംതിട്ട അവിശ്വസനീയമാണ്, അൺപ്രഡിക്റ്റബിൾ. ഡിയർ പാനൽ, പത്തനംതിട്ട എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനായോ? അല്ല, ഇക്കാര്യത്തില് ഒരു കാര്യം പറയാനുള്ളത്, പത്തനംതിട്ട കാസർഗോഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു UDFന് ഒരു മേധാവിത്വമുള്ള ഒരു മണ്ഡലമാണ്. കാലാകാലങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി തന്നെ അവിടെ വിജയിക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ അവിടെ 40,000-ൽ പരം വോട്ടിന് ജയിച്ചതാണ്. പക്ഷേ നേരത്തെ നമ്മൾ നടത്തിയ ഒരു സർവേയിൽ ആന്റി ഇൻകംബൻസി അവിടുത്തെ MPക്കെതിരെ ഉണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതിൻ്റെ ഇപ്പോഴത്തേത് കാണുമ്പോൾ 0.9% മാത്രമാണ് ആന്റോ ആന്റണിക്ക് ലീഡുള്ളത്. അത് യഥാർത്ഥത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഘടകങ്ങൾ നോക്കുമ്പോൾ ഈ ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിട്ട് കേന്ദ്രത്തെക്കാൾ കുറ്റപ്പെടുത്തുന്നത് സംസ്ഥാനത്തെയാണ്. അതുപോലെ തന്നെ 81% പേരും സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാവുമെന്ന് പറയുന്നു. ഇതൊക്കെ ആയിട്ടും അവിടെ തോമസ് ഐസക് എന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം പുതിയ സ്ഥാനാർത്ഥിയാണ്. ആ മണ്ഡലത്തിൽ അദ്ദേഹം വന്നപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ സർവേകളിൽ പലയിടത്തും അനിൽ ആന്റണി ഒപ്പത്തിനൊപ്പം പിടിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം പുറകോട്ട് പോയിരിക്കുന്നു, BJP താഴോട്ട് പോയിരിക്കുന്നു. മത്സരം LDFും UDFും ആയിട്ട് മാറിയിരിക്കുന്നു. ആര് വേണമെങ്കിൽ ജയിക്കാം എന്നുള്ളതാണ് അവസ്ഥ. കാരണം അതിനകത്ത് ഞാനൊരു എനിക്ക് എൻ്റെ ഒരു കണക്ക് വേറെ വ്യത്യസ്തമായ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ PP പറഞ്ഞു ഇത് പത്തനംതിട്ട ഒരു UDF മണ്ഡലമാണ്, അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വിയോജിക്കുന്ന ഭാഗം എവിടെ വെച്ചാൽ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ കരുത്തുറ്റൊരു എതിരാളിയായി ഡോക്ടർ TM തോമസ് ഐസക് പത്തനംതിട്ടയിൽ മാറുമെന്നാണ്. അത് ഞാൻ പറയാനൊരു കാരണമുണ്ട്. കാരണം പത്തനംതിട്ടയിൽ അനിൽ ആന്റണി എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമായിരിക്കും. കാരണം പത്തനംതിട്ട മണ്ഡലത്തിന്റെ ഒരു സവിശേഷത തന്നെ ക്രമാനുഗതമായി BJP വോട്ടുകൾ ഉയർന്നു വരുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട എന്നുള്ളതാണ്. 2009-ൽ B രാധാകൃഷ്ണ മേനോൻ 56,294 ആയിരുന്നുവെങ്കിൽ MT രമേശ് 2014-ൽ അവിടെ മത്സരിക്കുമ്പോൾ 1,38,954 2019-ൽ K സുരേന്ദ്രന് 2,97,396 വോട്ടുകളും കിട്ടി.
കുറഞ്ഞിരിക്കുന്നു. അല്ല percentage അല്ല കുറയുമോ എന്ന് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞത് അനിൽ ആന്റണി പിടിക്കുന്ന വോട്ടുകൾ, അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ എന്നിവ പത്തനംതിട്ടയിലെ വിധി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിരിക്കും. അതുകൊണ്ട് ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ എഴുതി തള്ളാൻ കഴിയില്ല. 0.9% വ്യത്യാസമാണ്. അതല്ല ഞാൻ പറഞ്ഞത്, പത്തനംതിട്ടയുടെ UDF സ്വഭാവം നിലനിൽക്കുമ്പോഴും ഒരു സ്ട്രോങ് ഫൈറ്റ് ഈ 4ാം തവണ വരുമ്പോൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. സ്ഥാനാർത്ഥിയുടെ മികവ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. തന്നെയല്ല, എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് UDF സംബന്ധിച്ച് അവർ സംസ്ഥാനത്താകെ ഭയക്കേണ്ടുന്ന ഒരു സൂചന ഇവിടെ വരുന്നുണ്ട്. കാരണം അവരുടെ പൊന്നാപുരം കോട്ടയാണ് പത്തനംതിട്ട. ആ പത്തനംതിട്ടയിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമുണ്ട്. ഇവിടെ ആന്റി ഇൻകുംബൻസി ഉണ്ട് എന്ന് അവർ പറയുന്നു. ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇവിടെ അത് അന്വേഷണം ആവശ്യമാണ് എന്ന് പറയുന്നു. അങ്ങനെ സർക്കാരിനെതിരെ ഒരുപാട് വിഷയങ്ങൾ ഉന്നയിക്കുകയാണ്. അതൊക്കെ ഫലം കാണേണ്ട ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. അവിടെ ഇത് തോമസ് ഐസക് ഒപ്പം പിടിക്കുകയാണ് ആന്റണിയുടെ. അവിടെ കോൺഗ്രസ് UDF യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് അങ്ങേയറ്റം മോശം പ്രകടനമാണിത്. ഇതാണ് അവിടെ നടക്കുന്നതെങ്കിൽ വളരെ മോശം പ്രകടനമാണ്. അത് BJP ഇപ്പോൾ അനിൽ ആന്റണി ഇപ്പോൾ കഴിഞ്ഞ തവണ സുരേന്ദ്രൻ നേടിയ വോട്ട് അത് നിലനിർത്തുക എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം അതിനൊരു സാഹചര്യമുണ്ട്. ശബരിമല അതിന്റെ എപ്പിസെന്റർ ആയിരുന്നു. ആ സമരം നയിച്ചയാള് കെ സുരേന്ദ്രനായിരുന്നു. അങ്ങനെ ഒരാൾ അവിടെ മത്സരിക്കുമ്പോൾ അതിന് അവിടെ കിട്ടുന്ന ഒരു സ്വീകാര്യത അത് വേറൊന്നാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പക്ഷെ എങ്കിലും അനിൽ ആന്റണി അവിടെ 20% വോട്ട് സമാഹരിക്കുന്നുണ്ട്. PC ജോർജ് അവിടെ ഇടഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത്രയും മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ അതവിടെ നിൽക്കട്ടെ. ഈ അനിൽ ആന്റണി പിടിക്കുന്ന വോട്ടിന്റെ പെർസെന്റേജ് കൂടുകയാണെങ്കിൽ അത് വീണ്ടും ആന്റണിയുടെ അവസ്ഥ പരിതാപകരമാക്കും. അതാണ് ഞാനും പറയുന്നത്. കാരണം ആ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല PP ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ, അതായത് തോമസ് ഐസക് ഏതാണ്ട് ഒരു 1.5 കൊല്ലമായിട്ട് അദ്ദേഹത്തിന്റെ സീറ്റ് കാര്യങ്ങളിൽ തീരുമാനമാകുന്നതിന് മുൻപേ അവിടെ കുടുംബശ്രീയുമായിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഒരു മൈഗ്രേഷൻ കോൺക്ലേവ് നടത്തിയിരുന്നു. അതായത് തൊഴിൽദാന ക്യാമ്പുകൾ നടത്തിയിരുന്നു ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ അടിത്തട്ടിലേക്ക് എത്താൻ വേണ്ടി തോമസ് ഐസക്കിന് സഹായകരമാകുന്ന ഘടകങ്ങളാണ്. പിന്നെ ആന്റണിയെ സംബന്ധിച്ച് അദ്ദേഹം ഇത് 4ാം തവണയാണ്. അവിടെ ഒരു ആന്റി ഇൻകംബൻസി സർവേയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു പത്തനംതിട്ട. MP എന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ സ്വീകാര്യത തീരെ ഇല്ലായിരുന്നു അന്നത്തെ നമ്മുടെ സർവേയിൽ. അന്ന് നമ്മൾ പറഞ്ഞതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സർവേ ഒരു ശ്രദ്ധിക്കേണ്ട ഘടകമാണെന്ന് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിയുടെ മികവിൽ ആന്റണിയേക്കാൾ മുന്നിലാണ് തോമസ് ഐസക് എന്നാണ് ഈ സർവേ കാണിക്കുന്നത്. അതേസമയം രാഷ്ട്രീയമായിട്ട് UDF അപ്പർ ഹാൻഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആന്റണിക്ക് 0.9% മുന്നിൽ നിൽക്കാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, അവിടെ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ വളരെ മുന്നിലാണ് തോമസ് ഐസക്കിന്റെ പ്രവർത്തനം. ആന്റണിയുടെ പ്രവർത്തനം അതിനോട്. ഞാൻ അതിലൊരു കാര്യം കൂടി, ഈ ഓർത്തഡോക്സ് വോട്ട് എങ്ങനെയാണ് പത്തനംതിട്ടയിൽ ബാധിക്കാൻ പോകുന്നത്? കാരണം ഓർത്തഡോക്സ് യാക്കോബായ തർക്കം, അതിനകത്ത് CPM-നോടുള്ള അല്ലെങ്കിൽ സർക്കാരിനോടുള്ള ഒരു അകൽച്ച, ഇതൊക്കെ ഇവിടെ ഈ പത്തനംതിട്ടയിൽ ആന്റണിക്ക് ഗുണകരമായി നിൽക്കുമോ? അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ LDF കഴിഞ്ഞിട്ടുണ്ട്? എനിക്ക് തോന്നുന്നത് ഓർത്തഡോക്സ് വോട്ടുകളുണ്ട്. ഈ ഓർത്തഡോക്സ് വോട്ടുകളൊക്കെ തന്നെ ആയിരിക്കാം ഈ ആന്റി ഇൻകുംബൻസിക്കിടയിലും കോൺഗ്രസിനെ അവിടെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ഈ ഓർത്തഡോക്സ് ഉണ്ട്, മർത്തോമാ സഭയ്ക്കുണ്ട്, അതുപോലെ മലങ്കര സഭയ്ക്ക് അവിടെ സ്വാധീനമുണ്ട്, കത്തോലിക്ക സഭയ്ക്ക് അവിടെ സ്വാധീനമുണ്ട്. അപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ ആന്റണിയിൽ നിന്ന് അകന്നിട്ടുണ്ട് എങ്കിലും പക്ഷെ വല്ലാതെ അകർന്നിട്ടില്ല. അവരുടെ സഹായം അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചേക്കാം. ഹാഷ്മി, ഏതായാലും അനലിസ്റ്റുകളെ നിലയിൽ നമ്മൾ കാണുന്നത് സാധാരണ ഈ 2-3 തവണയും ആന്റണി നേരിട്ടതുപോലെയല്ല, ഒരു അഗ്നി പരീക്ഷയായിരിക്കും ആന്റണിക്കും UDF-നും പത്തനംതിട്ടയിൽ ഉണ്ടാവുക. യെസ്, എക്സാക്ട്ലി. ഞാൻ കോർ CEO അഖിൽ സുരേഷ് ജസ്റ്റ് ഒന്ന് പോകണം. അഖിൽ, ഇവിടെ പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ അതൊരു UDF കോട്ടയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ഉണ്ടാക്കുന്നത് തന്നെ എങ്ങനെയാണ്? മാവേലിക്കരയിൽ അല്ലെങ്കിൽ അടൂരിൽ നിന്ന്, പഴയ മാവേലിക്കരയിൽ നിന്ന് UDF അനുകൂല വാങ്ങലെടുക്കുന്നു, പഴയ അടൂരിൽ നിന്ന് UDF അനുകൂല വാങ്ങലെടുക്കുന്നു, പഴയ ഇടുക്കിയിൽ നിന്ന് UDF അനുകൂല വാങ്ങൽ, അങ്ങനെ UDF അനുകൂല മണ്ഡലങ്ങൾ ചേർന്നൊരു UDF കോട്ടയാണ്. ആ UDF കോട്ടയിൽ ഇപ്പം നമ്മുടെ മൂട്രാക്കറിൽ ഒരുപക്ഷെ ഏറ്റവും മോശം MP എന്ന പേര് നേടിയത് ആന്റണിയും കൊടുക്കുന്നിലുമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. എന്നിട്ട് പോലും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന പൊളിറ്റിക്കൽ മൂലധനമുള്ളൊരു മണ്ഡലത്തിൽ 48.9 എന്ന് പറയുന്നത് എത്ര വലിയ പോരാട്ടത്തിന്റെ സൂചനയാണ് അഖിൽ? തീർച്ചയായിട്ടും ഹാഷ്മി, അതും ആ മണ്ഡലത്തിൻ്റെ സ്വഭാവമാണ്. നമുക്ക് അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് പരമ്പരാഗതമായ UDF മണ്ഡലമാണെന്ന് മുമ്പ് പല തെരഞ്ഞെടുപ്പുകളും നമ്മൾ കണ്ടതാണ്. ഇതിനകത്ത് ഞങ്ങൾ സർവേയിൽ പങ്കെടുത്തപ്പോൾ ഒരു സർവേ ടീം എന്ന രീതിയിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം യുവ വോട്ടർമാരുടെ വോട്ടിംഗ് ശതമാനത്തിലും എണ്ണത്തിലും കുറവ് രേഖപ്പെടുന്ന ഒരു മണ്ഡലം പത്തനംതിട്ടയായിരിക്കും. അതായത് വയോജനങ്ങളുടെ വോട്ടിൽ അല്ലെങ്കിൽ 35 വയസ്സിന് മുകളിലേക്ക് അല്ലെങ്കിൽ 40 വയസ്സിലേക്ക് മുകളിലുള്ള ആൾക്കാരായിരിക്കും ഈ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്നതിൽ ഭൂരിഭാഗവും. കാരണം നമുക്കറിയാം, മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് യുവാക്കൾ നമുക്ക് അവിടെ പത്തനംതിട്ടയിലെ ഒരു ജീവിതശൈലി നമുക്കറിയാം. വലിയ വീട്ടിൽ
അച്ഛനും അമ്മയും അല്ലെങ്കിൽ പ്രായമായവർ മാത്രം താമസിക്കുന്നത്. അപ്പം ഈ പരമ്പരാഗതമായ UDF മണ്ഡലത്തിൽ ഇത്രയും അധികം ആൻറ്റി ഇൻകംബൻസി ആൻറ്റോ ആൻ്റണി നേരിടുമ്പോഴും പരമ്പരാഗതമായ UDF വോട്ടുകളിൽ മാറ്റം ഉണ്ടാകുന്നില്ല. നമുക്കൊരു മണ്ഡലത്തിലെ ചേഞ്ച് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് യുവ വോട്ടർമാരാണ് പല മണ്ഡലങ്ങളിലെയും ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ചേഞ്ചിന് കാരണമാകുന്നത്. അപ്പം ഈ മണ്ഡലങ്ങളിൽ എത്ര ശതമാനം യുവ വോട്ടർമാരുടെ വോട്ട് പോൾ ചെയ്യപ്പെടും എന്നതാണ് ആൻറ്റോ ആൻ്റണി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന ആൻറ്റി ഇൻകംബൻസി ഫാക്ടറിനെ നിർണ്ണയിക്കുക. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് പരമ്പരാഗതമായി UDFന് വോട്ട് ചെയ്യുന്ന വയോജനങ്ങൾ അല്ലെങ്കിൽ ഒരു യുവ വോട്ടർമാർക്ക് മുകളിലുള്ളവരുടെ വോട്ട് പരമ്പരാഗതമായി കോൺഗ്രസിന് ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഇത്രയധികം നമ്മുടെ 6 മാസം മുമ്പ് നടത്തിയ സർവേയിൽ പോലും വലിയ ആൻറ്റി ഇൻകംബൻസി നേരിട്ട ആൻറ്റോ ആൻ്റണി ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്കിനെ പോലെ CPMന്റെ മുതിർന്ന നേതാവ് മത്സരിക്കുമ്പോഴും ഒരു എഡ്ജ് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് പരമ്പരാഗതമായി UDFന് വലിയ എഡ്ജുള്ള ഒരു മണ്ഡലം എന്ന രീതിയിലും ഈ യുവ വോട്ടർമാരുടെ പോളിങ്ങിലുള്ള എണ്ണക്കുറവ് നമ്മുടെ സർവേയിലും യുവ വോട്ടർമാരുടെ പ്രാതിനിധ്യം വളരെ നമുക്കൊരു ബുദ്ധിമുട്ട് മറ്റു മണ്ഡലങ്ങളെ കൂട്ടത്ര എളുപ്പത്തിൽ കിട്ടിയിരുന്നില്ല ഈ പത്തനംതിട്ടയിലെ സർവേ. എന്ന് പറഞ്ഞാൽ അത് ശരിയായ നിരീക്ഷണമാണെന്ന് തന്നെ തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ 18 മുതൽ 35 വയസ്സ് വരെയുള്ള വോട്ടർമാരുടെ എണ്ണത്തിൽ ഒരുപക്ഷെ ഏറ്റവും കുറവുള്ള മണ്ഡലം പത്തനംതിട്ട തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു യുവാക്കളുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു ക്രിയേറ്റീവ് പൊളിറ്റിക്കൽ ചേഞ്ചിന് അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കാതെയുള്ള ഒരു ക്രിയേറ്റീവ് പൊളിറ്റിക്കൽ ചേഞ്ചിന് പറ്റിയ യുവ വോട്ടർമാരുടെ നിര അവിടെ ഇല്ല എന്ന് പറഞ്ഞ ശരിയായ നിരീക്ഷണമാണെന്ന് തന്നെ തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മൾ നോക്കിയത് കാസർഗോഡും പത്തനംതിട്ടയുമാണ്. രണ്ടും ഏതാണ്ട് ഇഞ്ചോടിഞ്ചാണ്. കാസർഗോഡ് അവിടെ UDFന് അവിടെ LDFന് ഒരു നേരിയ മുൻതൂക്കം, പത്തനംതിട്ടയിൽ UDFന് ഒരു നേരിയ മുൻതൂക്കം 1-1.